കഴുകുന്ന കൂട്ടുകാരെ പറയുന്നത് നോക്ക്. ഉമ്മച്ചി ഒരു കർഷക സ്ത്രീ ആയിരുന്നു. കർഷക സ്ത്രീ. എല്ലാവർക്കും സന്തോഷവും നന്ദി. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെയാണ് മിനിയേച്ചർ ഉള്ളിവട. ചട്ടായി വരുന്നുണ്ട്. ചട്ടായി കണ്ടോ? ആ എണ്ണ ചൂടായിട്ടുണ്ടേ. ഇത് കണ്ടോ? ഇതുപോലെ കുറച്ചെടുത്ത് പരത്തി ഞങ്ങൾ ഇട്ട് കൊടുക്കാം. Welcome to Windows Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ട് സ്കൂളിൽ പോയേക്കുവാണേ. ആൻസൂട്ടിന് ഈ ആഴ്ച ഞങ്ങളുടെ ഉള്ളു ക്ലാസ് കേട്ടോ. വെള്ളിയാഴ്ച ആനിവേഴ്സറി ആണേ. രാത്രിയാണ് പ്രോഗ്രാം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം പിന്നെ വണ്ടിയൊക്കെ വിളിച്ചൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആൻസൂട്ടോടെ തന്നെ പ്രോഗ്രാമിനൊന്നും വെച്ചാണ് കൂടെ ഉണ്ടാ. നമുക്ക് നൈറ്റൊക്കെ അല്ലേ, പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ കോളേജിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഓട്ടം വിളിച്ചോട്ടത്തിൽ ഷമീർ ഉണ്ട് കേട്ടോ. ഷമീറിൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയത്. നമ്മൾ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ചേട്ടൻ്റെ ഓട്ടോ അന്ന് പണിക്ക് കയറ്റിയേക്കുമായിരുന്നു ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ ഷമീറിൻ്റെ വണ്ടിയൊക്കെ വിളിച്ചാണ് പോയത്. നമ്മൾ നേരത്തെ മുതൽ ഷമീറിൻ്റെ വണ്ടി വിളിക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു കൂടെ പറക്കാത്ത ഒരു കൂടപ്പറപ്പാണ് ഷമീർ. ഷമീറും വൈഫ് ഷാനിയും കുഞ്ഞുങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ അങ്ങനെ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആൻസിനോട് നമുക്ക് പോവാണ്ടിരാനായിട്ട് ബുദ്ധിമുട്ടല്ലേ നമുക്ക് പോകാനൊക്കെ എന്ന് പറഞ്ഞു. അവനതങ്ങ് സമ്മതിക്കുകയും ചെയ്തിട്ടോ. പിന്നെ അവനാണെങ്കിൽ കണ്ണിനൊക്കെ അസുഖമൊക്കെ വന്ന സമയത്തൊക്കെ ആയിരുന്നു ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ഇവനെ എല്ലാ തവണയും ഗ്രൂപ്പ് ഡാൻസിന് ഇവരുടെ എല്ലാ ക്ലാസ്സിൽ നിന്ന് ഓരോ ഡിവിഷനിൽ നിന്ന് ഓരോ ഗ്രൂപ്പ് ഡാൻസ് പോലെയായിട്ട് അങ്ങ് വെക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അതിനകത്ത് അങ്ങ് പങ്കെടുക്കും. എല്ലാ കുട്ടികളും പങ്കെടുക്കും കേട്ടോ. 1-2 പേര് മാത്രമേ, ഒരു കൊച്ചൊക്കെ അങ്ങ് മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മാറാറൊന്നുമില്ല. ചിലപ്പോൾ മാത്രം ചില കുട്ടികളൊക്കെ മാറി നിൽക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ആൻസൂട്ടിന് കണ്ണിന് അസുഖമായതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇനി പോവണ്ട, അതിന് കൂടണ്ടാന്ന് പറഞ്ഞു. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുവേ. എന്നോടൊന്നും മറുത്തൊന്നും ഇതുവരെ ആൻസൂട്ട എതിര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് പോകണം, അങ്ങനെ വാശിയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും രാത്രിനായിട്ട് കണ്ടുപിടിച്ച് വിടണമെങ്കിൽ 10,000 രൂപ ചിലവാ. വെയിറ്റ് ചെയ്യണമല്ലോ, അത്രയോ നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് അവിടെ 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും, തീരുമ്പോഴത്തേക്ക് 8-8:30 ആകും. അപ്പോൾ അത്രയോ നേരമൊക്കെ വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ് ചാർജൊക്കെ ആയിട്ട് കൊടുത്ത് എന്താണെങ്കിലും ഒരു 10,000 രൂപ പോക്കാം. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളും ആനിവേഴ്സറി ആകുമ്പോൾ അവിടെ ഒരുപാട് ഐസ്ക്രീമും അതും ഇതൊക്കെ വരുമൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അങ്ങനെയൊക്കെ. അപ്പം ആ കാശെല്ലാം എടുത്തിട്ട് കാൻസൂട്ടിന് വേറെ എന്തെങ്കിലും നമ്മൾ തൊടുപുഴയൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി കൊടുക്കുമോ, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമോ. ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ. അപ്പം ഞാൻ ഓർത്തു അതാ നല്ലത്. ഒന്നാമത് നൈറ്റൊക്കെ പോകണ റിസ്ക് അല്ലേ എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആൻസിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇന്ന് പകല് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാനാണെങ്കിൽ ഒരു ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ സ്വപ്നമൊക്കെ കണ്ടട്ടോ. പിന്നെ ആൻസൂട്ടിനാണെങ്കിൽ രാവിലെ എന്നോട് പറഞ്ഞു, എന്നോടേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഉള്ളിവട ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉള്ളിവട നമ്മുടെ ഉള്ളിവടയുടെ മിനിയേച്ചർ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കി വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയതുപോലെ തന്നെ എളുപ്പത്തിലങ്ങ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സവാളയായിട്ട് എടുത്തോളൂ. കുറച്ചുണ്ടാക്കിയപ്പോൾ സ്നാക്കായിട്ട് കഴിക്കാനല്ലേ. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തിയായിരുന്നു ഞങ്ങൾ ചേർക്കുവാണ്. ആൻസൂട്ടനാണെങ്കിൽ എരിവൊന്നും അത്ര പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ മുളകൊന്നും അങ്ങനെ ചേർക്കാനുള്ള കാശ്മീരി ചില്ലി മാത്രമായിട്ട് ചേർക്കുള്ളൂ. ആൻസൂട്ടന് വലിയ എരിവൊന്നും ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് എണ്ണയിലേക്ക് കുറച്ചായിട്ട് അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിവടയുടെ മിനിയേച്ചർ ഉള്ളിവട അങ്ങ് റെഡിയാകും. ഞാൻ അരിപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും, പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതാണ് കാര്യം. ഇന്നേ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ആൻസൂട്ട് സ്കൂളിൽ പോകാനായിട്ട് ബാസ്കിമോനും ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങിയില്ലേ. ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ റൂമിനകത്തായിരുന്നു ബാസ്കിമോൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആൻസ് പോകണ കാണുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ ബാസ്ക്യൂന് കാണാൻ വേണ്ടി നമ്മൾ കർട്ടൻ ഒന്ന് മാറ്റിയിട്ടേക്കുവേ. ആൻസ് പോണ കാണാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ കർട്ടൻ മാറ്റിയിട്ടേക്കും. അപ്പോൾ ആൻസ് ആണെങ്കിൽ മുറ്റത്ത് ഇറങ്ങിയിട്ട് ബാസ്ക്യൂവിനെ ഒന്നോടെ കാണാൻ കൊതിയാന്നും പറഞ്ഞുകൊണ്ട്
ജനലിൻ്റെ അടുത്ത്, മുറ്റത്തുനിന്ന് ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് ബാസ്ക്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ട് മാറി നോക്കിയപ്പോൾ ആ ജനലിൻ്റെ അങ്ങ് തീരുന്ന ഭാഗമായിട്ട് നിലത്ത് മുറ്റത്ത് ഒരണലി പാമ്പ് കിടക്കുന്ന ചെറുതായിരുന്നു കേട്ടോ, ഇങ്ങനെ ചെറുതായിട്ട്. അതിനുശേഷം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക ഇത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് പോവുകയും ചെയ്തിട്ടാ. എന്ത് ഭാഗ്യമാണല്ലേ. നേരത്തെ ഇവിടെ ഈ പറമ്പിലാണല്ലേ കണ്ടിട്ട് എന്താണെന്നറിയാം, ഇവിടെ വിഷപ്പാമ്പുകൾ. നമ്മുടെ ഇവിടെ ഈ മലനാട്ടിൽ നിന്ന് വരുന്ന തോടാണ്. അപ്പം ഈ ഉരുൾപൊട്ടിയൊക്കെ വരുമ്പോൾ ഒക്കെ വിഷപ്പാമ്പുകളൊക്കെ കൂടെ വരും. അത് പിന്നെ ഇവിടെ റബ്ബർ തോട്ടമാണ്. പിന്നെ കന്നാര നട്ടിട്ടുണ്ടല്ലോ വീടിന് ചുറ്റും. അവിടെ ആ പറമ്പിലും മുമ്പിലെ പറമ്പിലും ഒക്കെ കന്നാരയാണ്. പിന്നെ ഓപ്പോസിറ്റൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. എല്ലാം ഈ തോടിൻ്റെ കരയോട് ചേർന്ന് പോകുന്നതായതുകൊണ്ട് ഈ പാമ്പുകളെല്ലാം ഇങ്ങനെ കയറി വരും. അത് തിരിച്ചങ്ങ് പോകും. അതൊക്കെ തന്നെയാണ്. പിന്നെ അത് എന്തൊരു ഭാഗ്യമാണെന്നറിയാവോ, അണലിയൊക്കെ കൊത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്ന പറയുന്നത്. ഭയങ്കര ഭാഗ്യമായിപ്പോയി. ഇപ്പം 2 തവണയാണ് ആൻസൂട്ടൻ്റെ കാഴ്ചവട്ടിൽ നിന്ന് അണലിപ്പാമ്പിനെ കാണുന്നത് കേട്ടോ. പിന്നെ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല, നമ്മൾ ദൈവമൊക്കെ കൂടെ ഇല്ലേ, കാണിച്ചു തരുന്നതല്ലേ. ഇനി ഇവരെയൊക്കെ നമ്മൾ ഉപദ്രവിക്കുകയോ കയറി ചവിട്ടുകയൊക്കെ ചെയ്താലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ജനലുകളൊന്നും അങ്ങനെ തുറന്നിടാത്തതും ഒക്കെ കേട്ടോ. വീട്ടിൽ ഞാൻ ജനലൊന്നും തുറന്നിടാറില്ല. പിന്നെ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട്, മണ്ണെണ്ണ എന്നോട് തീർന്നു. ഈ മണ്ണെണ്ണ മണ്ണിൽ കുഴച്ചിട്ട് ഇനി റേഷൻ കട പോകുമ്പോൾ വേണം വാങ്ങാൻ. മണ്ണിൽ കുഴച്ചിട്ട് വീടിന് ചുറ്റുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാമ്പൊന്നും വരില്ലെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ സ്കിന്ന് പൊള്ളും. അപ്പം അതുകൊണ്ട് അവർക്ക് പേടിയാണ്. അവരെ മണ്ണെണ്ണയുടെ സ്മെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ വരില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി വെള്ളമുണ്ടേ. ഇതൊന്ന് ശരിക്കും തിരുമ്മി വെച്ചാൽ മതി. ശരിക്കും വെള്ളം ഇറങ്ങും ഉള്ളിൽ നിന്ന്. ഉള്ളി ഇതാണ്ട കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ. ഞാൻ എപ്പോൾ എന്തെടുത്താലും കൂടി പോകും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉള്ളി ഒന്ന് കുഴയാൻ മാത്രമുള്ള ഗോതമ്പ് പൊടി നമുക്ക് കിട്ടുകയും ചെയ്യണം. അവിടെ ഗോതമ്പ് പൊടി തീർന്നു കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നല്ലാതെ വെളിയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. ഞാൻ ആശീർവാദിൻ്റെ ആട്ടയൊക്കെ വാങ്ങി വെക്കുന്നതാണ്. പിന്നെ ഈ പുട്ടുപൊടി, അപ്പപ്പൊടി, എല്ലാ പൊടികളും കൂടെ, റവ ഒക്കെ എല്ലാം കൂടെ ഉള്ളത് കൊണ്ടേ നമുക്ക് ഒരല്പം അരിപ്പൊടി ചേർക്കണം, ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. കുറച്ച് മതി, ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. അധികമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുക. ഉപ്പ്, കാശ്മീരി ചില്ലി നമ്മൾ മില്ലിൽ നിന്ന് അവർ മുളകെടുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്കായാണ്. നല്ലൊരു കളറും കിട്ടും, എരിവും ഇല്ല, എന്നാൽ പാകത്തിനൊരു എരിവും ആയിക്കോളും. ഇത്രയാണ് ഞാൻ ചേർക്കാറുള്ളൂ. വേണമെങ്കിൽ അല്പം കായം ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം ഉള്ളിയുടെ വെള്ളം കൊണ്ട് ഇത് കുഴയ്ക്കാനായിട്ട് അത്ര പറ്റുന്നില്ല. ഇനി അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടി ചേർക്കാം. അപ്പം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അതിട്ടങ്ങ് കുഴച്ചെടുക്കാം. എന്തായാലൊക്കെ വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കി കടയിൽ നിന്ന് വാങ്ങണതല്ലാതെ, കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ആൻസൂട്ടിന് അത്ര ഹാപ്പി ഒന്നുമല്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ പിള്ളേർക്കൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ. ആൻസിന് അങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെ അതിനേക്കാളൊക്കെ ഒന്നുകൂടെ താല്പര്യം. അതൊക്കെ കഴിക്കും, ഇഷ്ടമാണ്, ഇഷ്ടമല്ല നല്ലതായിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതിപ്പോൾ ഇവിടെ എന്തെങ്കിലും വാങ്ങിയതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്തൊരു കൊച്ചാണോ എന്തോ, വളരെ വ്യത്യസ്തമായ ക്യാരക്ടറോട് കൂടിയ ഒരു കുട്ടിയായിട്ട് ആൻസൂട്ടൻ്റെ ക്യാരക്ടർ. ഞാനൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ.
ജോജോ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. ജോജോ ചേട്ടനും കടയിൽ നിന്ന് വാങ്ങണേക്കാളും കൂടുതൽ വീട്ടിലുണ്ടാക്കുന്നതൊക്കെയായിരുന്നു താല്പര്യം, കഴിക്കാനൊക്കെ ഇഷ്ടേ. ആ ഒരു ക്യാരക്ടർ കിട്ടിയത് ആൻസൂട്ടന്. ഒരു ഇച്ചിരോടെ വെള്ളം വേണം. ഇത് മതി. കാരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ഉള്ളിവട അങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നടക്ക് ഇങ്ങനെ തുളയിടുന്നതല്ലേ. അപ്പോൾ ആ ഒരു പരിവാണ് കേട്ടോ. അതാണ് ശരി ഉള്ളിവട എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ തുളയൊന്നും കൂടാതെ പരത്തിയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ടേ. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ചെടുത്ത് പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കട്ടയിലിടരുത് കേട്ടോ. കട്ടയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഇതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി ഗ്യാസ് നഷ്ടവും വരത്തില്ല. ഇങ്ങനൊരു റെസിപ്പി എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? ഞങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ട് പോയപ്പോൾ ഈവനിങ് സ്നാക്സ് ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ എത്രയും പിള്ളേർക്കുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് റെഡിയാക്കി തന്നതാണ്. അത് നമ്മൾ പോയത് ബാംഗ്ലൂരോ മൈസൂർ ആ ഒരു ഏരിയയിലൊക്കെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടൊക്കെ പോയത്. മലയാളികളുടെ ഒരു ഹോട്ടലായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്നൊരു സ്നാക്സ് റെഡിയാക്കി തരാൻ വെയിറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പം ഞങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചേ. അപ്പോൾ അവർ പറഞ്ഞാണ് ഇങ്ങനെയാണ്. പിന്നെ അതിന് മല്ലിയില, പുതിനയില അങ്ങനെയുള്ള ഇലകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് നിലവിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആവട്ടെ കേട്ടോ. കുറച്ച് ഇടുന്നത് കൊണ്ടേ നമ്മൾ ആദ്യം ഇട്ടത് കോരി മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഒത്തിരി ഇതില്ലാതെ അല്ലേ, കട്ടിയില്ലാതെ അല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കുമിള വരും. അത് കുമിള വന്നത് പറിക്കുന്ന സ്റ്റോപ്പ് ആകുമ്പോൾ അതിന്റെ ഉള്ളും വെന്തിട്ടുണ്ടെന്നാണ്. ഉള്ളു വേവാത്ത സമയത്താണ് ഈ ഒരു കുമിള വരുന്നത് കേട്ടോ. കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പൊ കയ്യിൽ ഗോതമ്പ് മാവ് ഒട്ടത്തില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഒട്ടും എണ്ണ പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ കോരി എടുക്കുമ്പോൾ തന്നെ എണ്ണ അതിൽ നിന്നെല്ലാം പോവും. പിന്നെ കഴിഞ്ഞ ദിവസം അസുഖമായിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ ചേച്ചി കൊണ്ടുപോയില്ലേ, ഷാജിദ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ചേച്ചിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു അതിനെ കൊണ്ട് ബൈസ്റ്റാൻഡറായിട്ട് കൊണ്ടുപോയേക്കുന്ന ചേച്ചി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇന്നെന്ന് പറഞ്ഞാല് 19-ാം തീയതി, ഡിസംബർ 19 കേട്ടോ. കാരണം അത്രയ്ക്ക് ശ്വാസമൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുമായിരുന്നു ചേച്ചി. ഒരു കുറച്ച് ആശ്വാസം അയച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കോട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ബ്ലഡ് കോട്ട് ചെയ്യുന്നതൊക്കെ കുത്തിയെടുക്കുകയൊക്കെ ചെയ്തു. അത് ഇഞ്ചക്ട് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ അതിന്റെ ഒരു ആശ്വാസമായിരിക്കും.
അപ്പം ഞാനിതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മിനിയേച്ചർ ഉള്ളിവട കേട്ടോ. ഇതാണ് മിനിയേച്ചർ ഉള്ളിവട. അടിപൊളിയാണ് കേട്ടോ സംഭവം. നല്ല സൂപ്പറാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സ്മൂത്തുമാണ്. അപ്പം ഞാനിതെല്ലാം റെഡിയാക്കട്ടെ കേട്ടോ. ഇനിതാ കുറച്ച് മാവ് കൂടിയുള്ളൂ കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിവട അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആൻസൂട്ടം കൂടി ഇങ്ങ് വന്നാൽ മതിയേ. പിന്നെ ഞാനിച്ചിരി ചായ, അയ്യോ പോകാം ഫോണിനകത്തേക്ക്. ചായ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. കാപ്പി ആൻസൂട്ടിന് കാപ്പി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ കാപ്പി കുടിക്കില്ല. അപ്പം അമ്മച്ചിക്ക് വേണ്ടി ചായ ഉണ്ടാക്കി, ആൻസൂട്ടിന് വേണ്ടിയിട്ട് കാപ്പി ഉണ്ടാക്കി. ആൻസൂട്ടിൻ്റെ ബസ് വരാറായിട്ടുണ്ട്. എന്നും പതിവ് പോലെ തന്നെ ബാസ്കിമോൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ബാസ്കിയോ, ചേട്ടായി വരാറായി. ചേട്ടായി ആൻസിൻ്റെ ബസ് വരുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ബാസ്കിമോൻ ഓടി നടക്കൂതില്ലേ. ബാസ്കിയോ, ബാസ്കിയോ, വാലാട്ടി കാണിച്ചുകൊണ്ടൊന്നും സ്നേഹമായില്ല കേട്ടോ. എനിക്ക് മിണ്ടാന്ന് പറയാനൊന്നും ആരും ഇല്ലെന്നേ. ആൻസ് ചേട്ടായി വന്ന വരത്തേക്ക് എനിക്ക് മിണ്ടാൻ ആരോ ഉള്ളു, ബാസ്കിമോൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നോ. അപ്പം എങ്ങനെയാണ് ശരിയാവണത്? ബാസ്കിമോൻ മാത്രമേ ഉള്ളൂ. ചേട്ടായി വരുന്നുണ്ട്. ചേട്ടായി കണ്ടോ? ആ, അതിന് അങ്ങോട്ട് ഓടണം എന്തിനാ? ഇതൊരു വല്ലാത്ത വെപ്രാളം പരവേശമാണല്ലോ. ദേ പോണു ചേട്ടായി, ദേ പോണു. അപ്പോൾ വാതിൽ തുറക്കും. ആ ദേ വരുന്നു. ഇതെന്ത് വൈകി തിന്നോണ്ട് വന്നത്? ഇതേ കൈക്കകത്തേക്ക് പൊങ്ങി നോക്കണം. അയ്യോടാ, നീ എന്നാടാ തിന്നണേ? അതെന്നാന്നറിയാൻ വേണ്ടിയാവും പൊങ്ങി നോക്കണേ. ഇച്ചിരി കൊടുക്കാൻ അതിനാ മിച്ചറോ? അതവനങ്ങും തിന്നൂല. വായിക്ക് അവിടെ ഇടാ. ഇതെന്തുവാ ഇതാ? തിത്തിത്താര കളിക്കണോ? ആ, എന്തുവായി പറയുന്നേ? ബാഗിൽ നോക്കണതാക്കി കയറുത്. ബാഗിൽ നോക്കും. മുട്ടയോ? ആ, മുട്ട ഒരു പീസ് വേണ്ട. മുട്ട അത് കഴിക്ക. കഴിക്കടാ അത്. നിലത്തിട്ടേക്കണം നോക്കുവാടേ അവൻ. നീ കൈ കഴുകുക പോയി, ഉടുപ്പേ പിടിക്കണതിന് മുമ്പ്. നമ്മുടെ ബാസ്കോനെ കൊണ്ട് വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഇനി കയറിയിട്ട് വേണം നമുക്ക് കാപ്പി കുടിക്കാനായിട്ട്. ഇതാ ഇവിടെ ഈ തൂമ്പ ഇരിക്കുന്നതിൻ്റെ ആ സൈഡിലാണ് കേട്ടോ നമ്മുടെ പാമ്പ് വന്ന് കിടന്ന സ്ഥലം. അവിടെ പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ടു. അവിടെ അപ്പടി പൊത്തായിരുന്നു. കാക്ക വന്നിരിക്കുന്നത് കണ്ടോ? നമ്മുടെ കാക്കച്ചി, വെള്ളം കുടിക്കാനായിട്ട് വന്ന കാക്കച്ചിയാണത്. കാക്കത്തമ്പുരാട്ടി. ഇതാ ഇരിക്കുന്ന പൂച്ചെടിയുടെ ചോട്ടില, ചീനിയുടെ ചോട്ടില. ബാസ്കി കുഞ്ഞാടെ, ബാസ്കി കുഞ്ഞാടെ, കുഞ്ഞാടെ നോക്കുക. കുഞ്ഞാടേത് വിളിച്ച് കഴിഞ്ഞപ്പം ഒരു കാക്കയാണെങ്കിൽ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. അമ്മച്ചി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് കാക്ക ഇങ്ങോട്ട് കയറി വരാത്തത്. അമ്മച്ചി മണ്ണ് വെട്ടിയിടുക. ദാ ഇന്ന് സൂര്യൻ്റെ എവിടെയാണ് കേട്ടോ. ഇന്നത്തെ പടിഞ്ഞാറ് അവിടെയാണേ. ചിലപ്പോൾ പടിഞ്ഞാറ് ആ ഭാഗത്തായിട്ട് വരും. നമ്മൾ നട്ടുവെച്ചിരിക്കുന്ന പൂച്ചെടികളൊക്കെ, പൂച്ചെടികളുടെ മരത്തൈകളൊക്കെ കണ്ടോ? വീടായി കഴിയുമ്പം കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് ആൻസൂട്ടിന് ഒരു ഉള്ളിവട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാക്ക അതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാ കാക്ക, എന്നാ കാക്ക തിന്നോ കാക്ക. കാക്ക അതെ മുകളിൽ ഒരെണ്ണം വന്നിരുന്നു പലഹാരം ചാടുന്ന കണ്ട്. അതെവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. നീ ഇട്ട് കൊടുക്കാതെ ഒന്ന് എടുത്തോളും. ഇത് അടുത്തിട്ടുണ്ട്, ഇച്ചിരി കൂടെ മാറ്റി. അമ്മച്ചിക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അമ്മച്ചി കുടിച്ചോ. എനിക്ക് ആനസിനും കാപ്പി, അമ്മച്ചിക്ക് ചായ.
അങ്ങനെ എല്ലാവർക്കും ചാപ്പി. നീ തിന്നോടാ? അവൻ വന്ന് ഉടനെ തന്നെ നോക്കുക. ബാസ്കുവേ അതെടുത്താ കാക്ക വന്ന. ഒന്നുമല്ലല്ലോ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയതല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമ്മൾ സ്നാക്സും കൊടുക്കും കാക്കയ്ക്ക്. ഇതെന്നതാ? അവനെ അങ്ങ് വിളിക്ക. അവനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ കൊള്ളൂല. ഞാനിരിക്കണോണ്ടാന്നോണം കാക്ക എടുക്കാൻ വരാത്ത. ഇവിടെ നിനക്ക് എന്നാടാ പരിപാടി? ബാസ്കിയോ വൈകുന്നേരം അമ്മമാരൊക്കെ നടക്കാൻ പോയിട്ട് പോകുന്നുണ്ടാ. നമ്മുടെ കാക്ക വന്നു. കാക്ക എടുത്തു തന്നോ കാക്കയെ? ബാക്കി കാക്കയ്ക്കൊക്കെ പേടിയില്ലാത്ത കാക്കകളൊക്കെ കഴിക്കുക. ഇതെന്തുവാ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കണത്? ഇതോ നടക്കുന്നു. ദേവരത്തിനുള്ളിവിടെ തന്നിരുന്ന് തിന്നുന്ന ഇതെന്നെ കാണിക്കണ. എടാ പെടല് വെട്ടി പോകട്ടടാ എൻ്റെ പൊന്നുമാക്കോ. എടാ അതിലൊക്കെ ചവിട്ടല്ലേടാ, അവിടെയൊക്കെ ചവിട്ടല്ലേടാ. അതിങ്ങോട്ട് കയറ്റിയിട്ടല്ലേട്ടാ. ആൻസൂട്ടന് നാളെ ക്ലാസ്സില്ലെന്നാണ് പറഞ്ഞത്. നാളെ ആനിവേഴ്സറിക്കൊക്കെ കൂടിയേക്കുന്ന കുട്ടികൾ പോയാൽ മതിയെന്ന്. എൻ്റെ ആൻസൂട്ട നാളെ ഇവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് അടിച്ചു പൊളിക്കും. ഇല്ലടാ ആൻസൂട്ടാ? നമുക്ക് അടിച്ചു പൊളിച്ച് തകർക്കണമല്ല. വലിയ വാക്കാ. അമ്മച്ച തന്നെ ഇല്ലാടാ ചായ കുടിക്കാനായിട്ട്. അമ്മച്ച എന്ത് പണിയാ? അമ്മച്ച എന്തായാലും ഉണ്ടെങ്കിൽ അമ്മച്ച അപ്പം ഭയങ്കര ജോലിയായിരിക്കും. ഒക്കെ എൻ്റെ മടിയിൽ വന്നിട്ട് കയറി കുത്തിയിരിക്കാൻ വന്ന. വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എണീറ്റ് മാറിപ്പോയി. ആൻസൂട്ടൻ ചെന്ന് ഇന്നലെ മുട്ടും ചെന്ന് വീണതാണ്. ഇപ്പോൾ ബാസ്ക്യൂവിൻ്റെ ചങ്ങല കൊണ്ടിട്ടതാ അവിടെ നിന്ന് ബ്ലഡും വന്നു. ഇതൊക്കെ തന്നെ അത് കണ്ടോ? ഇവനൊരൊറ്റ ഉടുപ്പിന് ഇത്രയും ഭാഗം ഉണ്ടാവില്ല കേട്ടോ. മുട്ടും കുത്തി ചെന്ന് വീഴുന്നതാണ്. കയറി ഈ പരുവത്തിലാണ് ഇവൻ്റെ എല്ലാ ഉടുപ്പും ഇരിക്കുന്നത്. ഒരുപാട് പക്ഷികൾ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഉറങ്ങാൻ പോകാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ കിടന്ന ഉള്ളിവട മുഴുവൻ കാക്ക വന്ന് കൊത്തിക്കൊണ്ട് പോയേട്ടോ. ഒരു കാക്ക മുകളിലേക്ക് പോയി. ബാക്കിയുള്ള കുഞ്ഞിന് കൊടുത്തോ? അതാ അവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റത്തില്ലപ്പാ. ഒരുപാട് പക്ഷികൾ വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം. അത്രയേ ഉള്ളൂ. നല്ല മന്ദമാരുതൻ വീശി അടിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇളം കാറ്റിൽ തേങ്ങാക്കുലകൾ ഇളം കാറ്റിൽ ആടുന്നു എന്ന് പറയും പോലെ. സന്ധ്യാസമയം ആകാൻ പോവാണ്. നമുക്ക് കാപ്പി കുടിക്കുക. അതൊക്കെ ആറിപ്പോകും, പിന്നെ കൊള്ളൂല കഴിക്കാൻ. അമ്മച്ച് കയ്യും കാലും കഴുകുന്ന കൂട്ടുകാരെ പറയുന്നേ. നോക്ക്, അമ്മച്ചി ഒരു കർഷക സ്ത്രീ ആയിരുന്നു. കർഷക സ്ത്രീ. അമ്മച്ചി ഇഷ്ടം പോലെ കളച്ച് കപ്പ നടുവായിരുന്നു, കാച്ചില നടുവായിരുന്നു, ചേമ്പ് നടുവായിരുന്നു, ചേന നടുവായിരുന്നു, ചെറുകിഴങ്ങ് നടുവായിരുന്നു, നെല്ല് നടുവായിരുന്നു, എല്ലാം നടുവായിരുന്നു. നല്ല കാറ്റ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുക അല്ലേടാ? നല്ല കാറ്റ് കണ്ട. ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. സന്ധ്യ സമയത്ത് ഇങ്ങനെ കാറ്റ് വീശുന്നത് കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഫാനിന് കിട്ടത്തില്ല ഇതുപോലത്തെ ഒരു കുളിർമ. ഒരു ഫാനിനും കിട്ടത്തില്ല ഈ ഒരു കുളിർമ. പക്ഷികളൊക്കെ ദേ പറന്ന് വരുന്നു. പറന്ന് 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 വരുന്നൊരു പറ്റാത്ത കാടുകളിൽ. മറിക്കണ്ടമ്മേ, ആ പക്ഷികളെ തിന്നാൻ വന്നിരിക്കണ കുടിക്കാൻ. എന്താ അതവിടെ ഇരുന്നോട്ടാ വെച്ചേ. ആ കാക്കതേ ഓടി വന്നു അത് കണ്ടപ്പോഴത്തേക്കും. അമ്മച്ചി വെള്ളം എടുത്തോണ്ട് പോകുന്നവർക്ക് സ്നാക്സ് തപ്പാൻ വന്നതാടാവേ. എടാ എന്നാ പിന്നെ ഒരു സ്നാക്സ് കൊണ്ട് കൊടുക്കടാ അതിന്. അയ്യോ അത് കണ്ടോ അമ്മച്ചി കാക്ക വെള്ളം കുടിക്കണേ? അമ്മച്ചി കാക്ക വെള്ളം കുടിക്കണെന്തോ? അപ്പം അമ്മച്ചി വെള്ളം മറിച്ചിരുന്നെങ്കിലോ? അതെങ്ങനെ? എന്നാ കാക്കേ വേഗം ഇട്ട് കൊടുക്കടാ. അത് വേഗം ഇട്ട് കൊടുക്കടാ. വേഗം ഇട്ട് കൊടുക്കടാ. അമ്മച്ചാ തിന്നട്ടാ അമ്മച്ചി. ഞാൻ വീഡിയോ പിടിക്കണ കണ്ടില്ല. അമ്മച്ചി കാക്കാനെ ഓടിച്ചു. അമ്മച്ചിട്ട് നൈറ്റ് കയറി ഇരുന്നു പറഞ്ഞു. അതിന്റെ പുറകെ ആരുണ്ട് എത്തി കൊടുക്കണം.
എടാ എല്ലാവരും പോയടാ. പിന്നെ അതെ ഇവിടെ പക്ഷികളിരിപ്പുണ്ട്. പക്ഷെ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇത് തിന്നത്തില്ലെന്ന് തോന്നുന്നു. സ്നാക്സ് ഒന്നും. അരിയുടെ ആഹാരമൊക്കെ ആണെങ്കിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ കഴിക്കും. ഇവൻ തന്നെ ഈ പരക്കം മാഞ്ഞ് നടക്കണേ. അല്ല പറഞ്ഞ ആനിവേഴ്സറിക്ക് പ്രോഗ്രാമിനുള്ള കുട്ടികൾക്ക് നാളെ പോയാൽ മതിയെന്ന്. ഇത് ചാടി കളിക്കണ കുഞ്ഞുപുഴു, മാക്കുപുഴു, ഇത് മാക്കുപുഴു, മാക്കുപുഴു, ഇത് മാക്കുപുഴു. കൂട്ടുകാരെ, അപ്പം നമ്മൾ കാപ്പി കുടിക്കാൻ പോവാണ് കേട്ടോ. ആ കാപ്പി കട്ടൻ കാപ്പിയാണ് കേട്ടോ. കട്ടനും ഉള്ളിവടയും കട്ടനും. വേണ്ട, അമ്മച്ചിക്ക് ചായ ഉണ്ടാക്കി പാത്രത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ചായപാത്രത്തിൽ ആൻസൂട്ടൻ ചൂട് കാപ്പി കുടിക്കുന്നതാണ്. ആൻസൂട്ടനാണെങ്കിൽ ചൂട് കാപ്പി അങ്ങനെ കുടിക്കാറില്ലാത്ത കൊച്ചാണ്. ചെറുതായിട്ടൊന്ന് തണുക്കണം ആൻസൂട്ടന്. പക്ഷെ ഇന്നെന്താണോ ആൻസൂട്ടൻ, എനിക്ക് നാളെ ആൻസൂട്ടന് ക്ലാസ്സിലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നിനക്ക് സന്തോഷമുണ്ടോടാ? അവന് സന്തോഷമില്ല. പാവം എൻ്റെ ആൻസൂട്ടൻ. ആട്ടുംകുട്ടി മാർബിളാ. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 3 കേക്ക് മുറിച്ചോ? ഇവിടെ എനിക്ക് ചെന്നാൽ കാണാൻ പറ്റുമോ? ഇത് കസേരല്ലേ? അല്ല, അവിടെ കയറിയിരിക്കുക. അവിടെ ഇരിക്കുക. അമ്മച്ചി നിൽക്കണോടത്ത് ഇരിക്കുക. നിങ്ങൾ നീങ്ങിയിരിക്കുക. അപ്പം കാണാൻ പറ്റും. അപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുവാണ് കേട്ടോ. അമ്മച്ചി ചായ, ഞങ്ങൾ കാപ്പി, മൊത്തം ചാപ്പി. പിന്നെ ഇതാ ഉള്ളിവട ഉണ്ടാക്കിയതൊക്കെ അവിടെ ഇരിക്കുക. ഇതാ അവിടെയൊന്നുമില്ല. ഉള്ളിവട ഇരുന്ന് കളിച്ചു ആൻസൂട്ടൻ. നാളെ ക്ലാസ്സില്ല. ആഹാ, എന്തൊരു സന്തോഷം. അപ്പൊ നമുക്ക് വീഡിയോ എൻ്റെ പേടാ. അപ്പതാ അയ്യോ എന്നാ എല്ലാവർക്കും ഉള്ളിവട കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഉള്ളിവട എല്ലാവരും കൂടി എടുത്തു. അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ് ഉണ്ടിട്ട് ഈ 60K ഫാമിലി വരെ എത്തിച്ചു തന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ 10K മാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 10K എങ്കിലും ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ 60Kയിലേക്ക് ചാനൽ വളർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് തീരാത്ത നന്ദിയുണ്ട്. നമ്മുടെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും സന്തോഷവും നന്ദി. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ കേട്ട് വീണ്ടും വരവേക്കും. ബൈ. എവിടെടാ കട്ട് ചെയ്യണ? എവിടെ